ഹരി ഓം ഹരി ഓം. ഓം എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോ വിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ഭാഗവതം നവമസ്കന്ധത്തിൽ 23-ാം അധ്യായം നമ്മൾ ഇന്നലെ 5 ശ്ലോകം മറ്റേ ബാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിന്ന് 24-ാം അധ്യായത്തിലേക്കും പ്രവേശിക്കാം. യദുവംശ കഥനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 23-ാം അധ്യായത്തിൽ ആദ്യത്തെ 17 ശ്ലോകങ്ങൾ കൊണ്ട് യയാതിയുടെ 3 പുത്രന്മാർ അനു, ദ്രുഹ്യു, തുർവസു, ആ 3 മക്കളുടെ കഥയാണ് ആദ്യത്തെ 17 ശ്ലോകങ്ങളിൽ കണ്ടത്. അതിനുശേഷം യദുവംശം ആരംഭിച്ചു. അതിൽ കുറച്ച് ബാക്കിയുണ്ട്. 23-ല് 24-ലും യദുവംശം തുടർച്ചയാണ്. നമുക്ക് ആദ്യം 23 വായിക്കാം. അത് തീർത്ത ശേഷം 24-ലേക്കും പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ് ഭാഗവതേ നവമസ്കന്ധേ 23-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അനോഃ സഭാനരശ്ചക്ഷുഃ പരോക്ഷശ്ച ത്രയസുതാഃ. സഭാനരാത് കാലനരഃ സൃഞ്ജയസ്തൽസുതസ്തതഃ. ജനമേജയസ്തസ്യ പുത്രോ മഹാശീലോ മഹാമനാഃ. ഉശീനരസ്തിദിക്ഷുശ്ച മഹാമനസ ആത്മജൗ. ശിബിർവനഃ ശമിർദക്ഷഃ ചത്വാരോ ശീനരാത്മജാഃ. വൃഷാദർഭഃ സുവീരശ്ച മദ്രഃ കൈകേയ ആത്മജാഃ. ശിബേശ്ചത്വാര ഏവാസൻ തിദിക്ഷോശ്ച ഋഷദ്രഥഃ. തതോ ഹേമോദസുതപാ ബലിസുതപസോऽഭവത്. അംഗവംഗകലിംഗാദ്യാഃ സുഹ്മപുണ്ഡ്രാന്ധ്രസംജ്ഞിതാഃ. ജജ്ഞിരേ ദീർഘതമസോ ബലേഃ ക്ഷേത്രേ മഹീക്ഷിതഃ. ചക്രുഃ സ്വനാമനാ വിഷയാൻ ഷഡിമാൻ പ്രാച്യകാൻശ്ചതേ. ഘനപാനോ അംഗദോ ജജ്ഞേ തസ്മാദ് ദിവിരതസ്തതഃ. സുതോ ധർമ്മരഥോ യസ്യ ജജ്ഞേ ചിത്രരഥോ പ്രജാഃ. രോമപാദൈതി ഖ്യാതഃ തസ്മൈ ദശരഥഃ സഖാ. ശാന്താം സ്വകന്യാം പ്രായച്ഛത് ഋഷ്യസംഗ ഉവാഹതാം. ദേവേ അവർഷതിയം രാമ ആനിന്യുർഹരിണീ സുതം. നാട്യസംഗീതവാദിത്രൈഃ വിഭ്രമാലിംഗനാർഹണൈഃ. സതുരാജ്ഞോനപത്യസ്യ നിരൂപ്യേഷ്ടിം മരുത്വതഃ. പ്രജാമദാ ദശരഥോ യേന ലേഭേ അപ്രജാ പ്രജാഃ. ചതുരംഗോ രോമപാദാത് പൃഥുലാക്ഷസ്തു തൽസുതഃ. ബൃഹദ്രഥോ ബൃഹത്കർമാ ബൃഹദ്ഭാനുശ്ച തൽസുതാഃ. ആദ്യാത് ബൃഹന്മനാസ്തസ്മാത് ജയദ്രഥ ഉദാഹൃതഃ. വിജയസ്തസ്യ സംഭൂത്യാം തതോ ധൃതിരജായത. തതോ ധൃതവ്രതസ്തസ്യ സത്കർമാധിരതസ്തതഃ. യോസൗ ഗംഗാതടേ ക്രീഡൻ മഞ്ജുഷാന്തർഗതം ശിശും. കുന്ത്യാപവിദ്ധം കാനീനം അനപത്യോകരോത് സുതം. വൃഷസേനഃ സുതസ്തസ്യ കർണസ്യ ജഗദീപതേഃ. ദ്രുഹ്യോശ്ച തനയോ ബഭ്രുഃ സേതുസ്തസ്യാത്മജസ്തതഃ. ആരബ്ധസ്തസ്യ ഗാന്ധാരഃ തസ്യ ധർമ്മഃ തതോ ധൃതഃ. ധൃതസ്യ ദുർമനാസ്തസ്മാത് പ്രചേതാഃ പ്രാചേതസം ശതം. മ്ലേച്ഛാധിപതയോ അഭൂവന് ഉദീജിം ദിശം ആശ്രിതാഃ. തുർവസോശ്ച സുതോ വഹ്നിഃ
വന്നേഹ ഭർഗോദഭാനുമാൻ ത്രിഭാനുസ്തൽസുതോസ്യാപി കരന്ദമൗദാരദീഹി മരുതസ്ഥൽസുതോ പുത്രഃ പുത്രം പൗരവം അന്വഭൂത് ദുഷ്യന്തസ്സ പുനർഭേജേ സ്വം വംശം രാജ്യകാമുകഃ യയാതേർജ്യേഷ്ഠപുത്രസ്യ യതോർവംശം നരർഷഭ വർണ്ണയാമി മഹാപുണ്യം സർവപാപഹരം നൃണാം യതോർവംശം നരശ്രുത്വാ സർവപാപൈഃ പ്രമുച്യത്തെ യത്രാവതീർണോ ഭഗവാൻ പരമാത്മാ നരാഗതിഃ യതോഃ സഹസ്രജിത് ക്രോഷ്ടാ നളോ രിപുരിതി ശ്രുതാഃ ചത്വാരഃ സൂനവസ്തത്ര ശതജിത് പ്രഥമാത്മജഃ മഹാഹയോ വേണുഹയോ ഹൈഹയശ്ചേതി തൽസുതാഃ ധർമ്മസ്തു ഹൈഹയസുതോ നേത്രഃ കുന്ദേഃ പിതാ തതഃ സോഹഞ്ചിരഭവത് കുന്ദേഃ മഹിഷ്മാൻ ഭദ്രസേനകഃ ദുർമദോ ഭദ്രസേനസ്യ ധനകഃ കൃതവീര്യസൂഃ കൃതാഗ്നിഃ കൃതവർമ്മാ ച കൃതൗജാദനകാത്മജാഃ അർജുന കൃതവീര്യസ്യ സപ്തദ്വീപേശ്വരോ അഭവത് ദത്താത്രേയാത് ഹരേരംശാത് പ്രാപ്തയോഗമഹാഗുണഃ നൂനം കാർത്തവീര്യസ്യ ഗതിം യാസ്യന്തി പാർത്ഥിവാഃ യജ്ഞദാനതമോ യോഗശ്രുതവീര്യജയാദിഭിഃ പഞ്ചാശീതിസഹസ്രാണി അവ്യാഹതബലസമാഃ അനഷ്ടവിത്തസ്മരണോ ബുഭുജേ അക്ഷയ്യ ഷഡ്വസു തസ്യ പുത്രസഹസ്രേഷു പഞ്ചൈവ ഉർവരിതാമൃധേ ജയധ്വജശൂരസേനോ വൃഷഭോ മധുരൂർജിതഃ ജയധ്വജാത് താലജംഗഃ തസ്യ പുത്രശതം ത്വഭൂത് ക്ഷത്രം യത്താലജംഗാഖ്യം ഔർവതേജോപസംഹൃതം തേഷാം ജ്യേഷ്ഠോ വീതിഹോത്രോ വൃഷ്ണിഃ പുത്രോ മദോഃ സ്മൃതഃ തസ്യ പുത്രശതം ത്വാസീത് വൃഷ്ണിജ്യേഷ്ഠം യതഃകുലം മാധവ വൃഷ്ണയോ രാജൻ യാദവാശ്ചേതി സംജ്ഞിതാഃ യദുപുത്രസ്യ ചക്രോഷ്ടോ പുത്രോ വൃജിനവാൻ തതഃ സ്വാഹിസ്തതോ രുഷേ കുർവൈ തസ്യ ചിത്രരഥസ്തതഃ ശശബിന്ദുർമഹായോഗി മഹാഭോജോ മഹാനഭൂത് ചതുർദശ മഹാരത്നശ്ചക്രവർത്യപരാജിതഃ തസ്യ പത്നീ സഹസ്രാണാം ദശാനാം സുമഹായശാഃ ദശലക്ഷസഹസ്രാണി പുത്രാണാം താസു അജീജനത് തേഷാം തു ഷഡ്പ്രധാനാനാം പൃഥുസ്രവസ ആത്മജഃ ധർമ്മോ നാമ ഉശനാ തസ്യ ഹയമേധശതസ്യ യാഡ് തൽസുതോ രുചകസ്തസ്യ പഞ്ചാസന്നാത്മജാ ശൃണു പുരുജിത് രുക്മരുക്മേഷു പൃഥുജാമകസംജ്ഞിതാഃ ജാമകസ്തു അപ്രജോപി അന്യാം ഭാര്യാം ശൈബ്യാപതിർഭയാത് നാവിന്ദത് ശത്രുഭവനാത് ഭോജ്യാം കന്യാമഹാരഷീത രഥസ്ഥാം താം നിരീക്ഷ്യാഹ ശൈബ്യാപതിമമർഷിത കേയം കുഹകമൽസ്ഥാനം രഥം ആരോപിതേതി വൈ സ്നുഷാതവേദി അഭിഹിതേ സ്മയന്തി പതിമബ്രവീത് അഹം വന്ദ്യാ സപത്നീ ച സ്നുഷാമേ യുജ്യത്തെ കഥം ജനയിഷ്യസി യം രാജ്ഞി തസ്യേയം ഉപയുജ്യത്തെ അന്വമോ തന്ത തദ്വിശ്വേ ദേവാ പിതര ഏവ ച ശൈബ്യാ ഗർഭമദാത് കാലേ കുമാരം സുഷുവേ ശുഭം സവിദർഭ ഇതി പ്രോക്തഃ ഉപയേമേ സ്നുഷാം സതീം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ നവമസ്കന്ധേ യദുവംശാനുവർണനേ ത്രയോവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം.
അപ്പോൾ മൂന്നധ്യായങ്ങളെ കൊണ്ട് പൂരുവംശം പറഞ്ഞ് പിന്നീട് രണ്ട് അധ്യായങ്ങളെ കൊണ്ട് യയാതിയുടെ മറ്റ് മക്കളുടെ കഥയാണ് പറയുന്നത്. അതിൽ 23 ആദ്യത്തെ 13.5 ശ്ലോകം കൊണ്ട് അനുവിന്റെ വംശം പറഞ്ഞു. അതിലാണ് അംഗരാജാവ് ഉണ്ടാകുന്നത്. ആ അംഗരാജാവിന് ദശരഥന്റെ പുത്രിയായ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുത്തതും, അതുപോലെ തന്നെ ആ അംഗന്റെ വംശത്തിലാണ് കർണനെ എടുത്തു വളർത്തിയ അതിരഥൻ എന്ന ആ സൂതൻ ഉണ്ടാകുന്നത്. ആ അതിരഥന്റെ പുത്രനായ കർണൻ പിന്നീട് അംഗരാജാവായി ഭവിക്കുന്നു. കർണന്റെ പുത്രനോടുകൂടി ആ വംശവും അവസാനിക്കുന്നു. കാരണം മഹാഭാരത യുദ്ധത്തിൽ അവരൊക്കെ വധിക്കപ്പെടുന്നു. പിന്നീട് ദ്രുഹ്യുവിന്റെ വംശം, അത് ചുരുക്കി പറഞ്ഞു. അതിലും അവസാനത്തെ 100 പേര് പ്രാചേതസ്സുകൾ എന്ന പേരിലുണ്ടായവര് മ്ലേച്ഛന്മാരായി വടക്ക് ഭാഗത്തേക്ക് പോയി. അത് കഴിഞ്ഞ് തുർവസുവിന്റെ വംശം ചുരുക്കി പറഞ്ഞു 2 ശ്ലോകം കൊണ്ട്. തുർവസോശ്ച സ്വതോ വന്യഹി വന്യേഹേ ഭർഗോ അത ഭാനുമാൻ ത്രിഭാനുഹു തൽസുതോസ്യാപി കരന്തമൗദാരദീഹി മരുതഃ തൽസുതോ അപുത്രഃ പുത്രം പൗരവമന്വഭൂത് ദുഷ്യന്തസ്സ പുനർഭേജേ സ്വം വംശം രാജ്യകാമുകഃ. അപ്പോ മരുതൻ വരെയാണ് തുർവസുവിന്റെ വംശം. അതിനുശേഷം ദുഷ്യന്തനെ ദത്തെടുത്തുവെങ്കിലും ദുഷ്യന്തൻ ഇവിടെ നിന്നില്ല, തിരിച്ചുപോയി. പുനഃ ബേജെ തന്റെ വംശത്തെ തന്നെ, പൂരുവംശത്തെ തന്നെ തിരിച്ചു പോയിട്ട് ദുഷ്യന്തൻ അവിടുത്തെ രാജാവായി. അപ്പൊ ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട്, 17 ശ്ലോകങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ 17.5 ശ്ലോകം കൊണ്ട് 3 മക്കളുടെ കഥ പറഞ്ഞതിന് ശേഷം യയാതിയുടെ ജ്യേഷ്ഠപുത്രനായ യദുവിന്റെ വംശം വർണ്ണിക്കാം. അത് സർവപാപഹരമാണ്, മഹാപുണ്യമാണ്. എവിടെയാണോ ഭഗവാൻ പരമാത്മാ നരാകൃതിയായിട്ട് അവതരിച്ചത്, ആ വംശത്തെക്കുറിച്ച് കേട്ടാൽ ആ കേൾക്കുന്ന നരൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു എന്നിങ്ങനെ ആ യദുവംശ ശ്രവണത്തിന്റെ ഫലശ്രുതി പോലും പറഞ്ഞു. അങ്ങനെ ആ യദുവിന് 4 മക്കൾ, അങ്ങനെ അവരുടെ പരമ്പര പറഞ്ഞ് അതിലാണ് പ്രഗത്ഭന്മാരായ 3 ചക്രവർത്തിമാരുണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സാക്ഷാൽ കാർത്തവീര്യാർജുനൻ, ഭൂമിയിൽ ഇതുപോലൊരു രാജാവ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ആ കാർത്തവീര്യാർജുനന്റെ വീര്യം, തേജസ്, പ്രതാപം എല്ലാം പറഞ്ഞു. അതുപോലൊരാള് നൂനം കാർത്തവീര്യസ്യ ഗതിം യാസ്യന്തി പാർത്ഥിവാഹ യജ്ഞദാന തപോ യോഗശ്രുത വീര്യജയാദിഭി. യജ്ഞം കൊണ്ടോ ദാനം കൊണ്ടോ തപസ്സുകൊണ്ടോ യോഗം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ വീര്യം കൊണ്ടോ ജയം കൊണ്ടോ ഒരു പാർത്ഥിവന്മാരും ഒരു രാജാക്കന്മാരും കാർത്തവീര്യസ്യ ഗതിം യാസ്യന്തി ന യാസ്യന്തി, കാർത്തവീര്യന്റെ അവസ്ഥയെ പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞ് മഹാനായ കാർത്തവീര്യാർജുനന്റെ കഥ പറഞ്ഞു. അതേ വംശത്തിലാണ് പിന്നീട് ശശബിന്ദു എന്നൊരു മഹായോഗിയും മഹാഭോഗിയുമായിട്ടുള്ള ഒരു രാജാവ് ഭൂമണ്ഡലത്തിന്റെ മുഴുവൻ അധിപനായി 14 രത്നങ്ങളും തന്റെ അധീനത്തിൽ വച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതുപോലെ കേമൻ ആരാളുള്ളത്? അത് കഴിഞ്ഞ് പിന്നെ ആ വംശത്തിൽ തന്നെയാണ് ഉശനസ് എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു രാജാവ് 100 അശ്വമേധയാഗം നടത്തിയ ആള്. അതാണ് ധർമ്മോ നാമ ഉശനോ തസ്യ ഹയമേധ ശതസ്യയാട്. ഹയമേധ ശതം യജ്ഞം ചെയ്ത ആളാണ്. അപ്പോ യദുവംശത്തിൽ തന്നെ ഇങ്ങനെയുള്ള ചക്രവർത്തിമാര്, രാജാക്കന്മാര്, പ്രഗത്ഭര് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം. അതുകൊണ്ട് തന്നെ യദുവംശത്തിന് യയാതി ശാപം ഫലിച്ചിട്ടില്ല, ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ട് എന്നത് നമ്മുടെ ഉള്ളില് ഒന്ന് ഉറപ്പിച്ചു വെക്കാം. അപ്പൊ ബാക്കിയൊക്കെ എന്താ പറയുക, സാങ്കേതികം മാത്രമാണ് യയാതി ശാപം എന്നുള്ളത്. യദുവംശജന്മാർക്ക് രാജ്യാവകാശമില്ല, അവര് രാജാക്കന്മാരാവില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാ.
സാക്ഷാൽ ലോകങ്ങളുടെ മുഴുവൻ അധിപനായിട്ടുള്ള ഭഗവാൻ അവിടെയാണ് അവതരിച്ച് ദ്വാരകാധീശനായി. ആ ദ്വാരകയിൽ സുധർമ്മ എന്ന ദേവലോക രാജധാനി പോലും അവിടെ കൊണ്ടുകൊടുത്തു ദേവേന്ദ്രൻ. അപ്പൊ ദേവേന്ദ്രനേക്കാൾ വലിയ ഇന്ദ്രനായിക്കൊണ്ട് ഭഗവാൻ തന്നെ ആ വംശത്തെ അനുഗ്രഹിച്ചു. അപ്പൊ ആ യദുവംശത്തിന്റെ മാഹാത്മ്യം വേറെ ഏത് വംശത്തിനാണ് ഉള്ളത് എന്ന് ചോദിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് യദുവംശം ഒട്ടും മറ്റു വംശങ്ങളെക്കാൾ ചെറുതല്ല, ഇൻഫീരിയർ അല്ല, പുച്ഛിക്കേണ്ട വംശം അല്ല. പക്ഷെ ദുര്യോധനെ പോലെയുള്ളവരോ മറ്റു പല, അർജുനനടക്കം യദുവംശത്തെ ചെറുതായി കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണനെ തന്റെ സാരഥിയായിട്ട് സ്വീകരിച്ചത്. അല്ലെങ്കിൽ ഒരു യോദ്ധാവായിട്ട് സ്വീകരിക്കാമായിരുന്നു, അല്ലേ? അത്രയൊക്കെ ഉള്ളവര് നല്ല സാരഥിയാണ്, ബെസ്റ്റ് ഡ്രൈവറാണ് എന്ന് കരുതി ഭഗവാനെ സ്വന്തം ഡ്രൈവറായിട്ടാണ് അപ്പോയിന്റ് ചെയ്തത്, അല്ലാതെ സേനാനായകനായിട്ടല്ല. അതൊക്കെയാണ് അതിൻ്റെ ഒരു തമാശകൾ. ഒക്കെ അവരുടെ ഉള്ളിലുള്ള ആ യദുവംശത്തോടുള്ളതായിട്ടുള്ള ആ സമീപനത്തെ, ആ പുച്ഛത്തെ എല്ലാം സൂചിപ്പിക്കുകയാണ്. പലതവണ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള, അർജുനനടക്കം പ്രകടിപ്പിച്ചതാണ്. നമ്മുടെ സന്താനഗോപാലൻ കഥയിലെ ബ്രാഹ്മണനോട് പോലും പറയുന്നുണ്ട്, അതിന് ഇവരൊക്കെ ക്ഷത്രിയന്മാരാണോ? ക്ഷത്രിയന്മാരായിട്ടുള്ള ഞങ്ങളോട് വേണം കാര്യം നടക്കാൻ വല്ലതും പറയണമെങ്കിൽ എന്ന് പറഞ്ഞ ആ ബ്രാഹ്മണനോട് പറയുമ്പോൾ ആ ബ്രാഹ്മണൻ പരിഹസിക്കേണ്ട, ബ്രാഹ്മണൻ അറിയാം ഇവരാരാണെന്ന്. എങ്കിലും വെല്ലുവിളിച്ച് പ്രതിജ്ഞ ചെയ്ത് അങ്ങയുടെ പുത്രൻ ഇനിയുണ്ടായാൽ, ഗർഭമുണ്ടായാൽ, അത് മരിച്ചുപോയാൽ, അല്ലെങ്കിൽ അത് എവിടെ പോയാലും ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് അവസാനം ആര് വേണ്ടി വന്നു സഹായം? കൃഷ്ണൻ തന്നെ വേണ്ടി വന്നു കൊണ്ടുവരാൻ. അപ്പൊ ഇങ്ങനെ അർജുനനടക്കമുള്ളവർക്ക് ഈ യദുവംശത്തോട് ചെറിയൊരു പുച്ഛമുണ്ടായിരുന്നു. ദുര്യോധനൻ ബലരാമസ്വാമിയെ നിന്ദിക്കുന്നൊരു സന്ദർഭമുണ്ട്. തന്റെ ഗുരുവായ ബലരാമസ്വാമി ഈ കൃഷ്ണന്റെ ജാമ്പവതി പുത്രനായ സാമ്പൻ ദുര്യോധനന്റെ മകളായ ലക്ഷ്മണയെ സ്വയംവരത്തിൽ അപഹരിച്ചു കൊണ്ടുവരാനായിട്ട് പുറപ്പെട്ട സമയത്ത് കൗരവന്മാരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടപ്പോൾ ബലരാമൻ കൃഷ്ണനെ തടഞ്ഞ് തന്റെ ശിഷ്യനെ രക്ഷിക്കാൻ വേണ്ടി താൻ തന്നെ നേരിട്ട് പോയി. അവിടെ ചെന്ന് ബലരാമൻ ദൂത് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ബലരാമൻ അവിടെ ചെന്ന് പറഞ്ഞു, ഉഗ്രസേന രാജാവ് എന്താണ് കൽപ്പിക്കുന്നതെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ദൗത്യം നിർവഹിക്കുന്നതായിട്ടുള്ള സമയത്ത് ദുര്യോധനൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഉഗ്രസേനൻ രാജാവോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് നിങ്ങളൊക്കെ ഏതൊക്കെയോ രാജ്യങ്ങൾ സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്നു, ഞങ്ങൾ അനുവദിച്ചു തന്നതുകൊണ്ട്. ഇപ്പോ ചെരുപ്പ് കയറി തലയിലിരിക്കാറായോ എന്ന് ഈ യദുവംശത്തെക്കുറിച്ച് ചെരുപ്പിനോട് ഉപമിച്ചുകൊണ്ട് പൂരുവംശം തലയാണെന്നും കാണിച്ച് നിന്ദിക്കുന്ന രംഗമുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബലരാമസ്വാമി കോപിച്ച് കലപ്പ കൊണ്ട് ഹസ്തിനപുരത്തെ അങ്ങോട്ട് തോണ്ടിയെടുത്ത് ഗംഗയിലേക്ക് വലിച്ചെറിയാൻ പോയതും പിന്നീട് എല്ലാവരും കൂടി കാലിൽ വീണ് അദ്ദേഹത്തെ സ്തുതിച്ച് പ്രീതിപ്പെടുത്തിയതും ലക്ഷ്മണയെയും സാമ്പനെയും വിവാഹം കഴിപ്പിച്ച് സൽക്കരിച്ചയച്ചതും ഈ കഥയൊക്കെ നമ്മൾ ഓർക്കുക. അതൊക്കെ എന്തിന്റെ കാരണമായിട്ടാണ്? ഈ യദുവംശത്തോടുള്ള ഇവരുടെ പുച്ഛമാണ് കാണിക്കുന്നത്, ഈ പൂരുവംശത്തിലുള്ളവരുടെ പുച്ഛം. ഇരിക്കട്ടെ, ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കട്ടെ. എന്തായാലും യദുവംശത്തെ നമ്മളാരും ചെറുതായി കാണരുത്, കാണേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ നമുക്കിനി ഇതില് എവിടെ നമ്മൾ നിർത്തിയത്? 34 ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്, അല്ലെ? ഇനി 35 തൊട്ട് പറയണം.
നാരായണ. അപ്പോ ഉശനസിന്റെ മക്കളായിട്ട് തൽസുതോ രുചകഃ തസ്യ പഞ്ചാസന്നാത്മജാഃ ശൃണു പുരുജിത രുക്മ രുക്മേഷു പൃഥു ജാമക സംജ്ഞിതാഃ. 5 പേര് ഇദ്ദേഹത്തിന്റെ പുത്രന്മാരാണ്. ഉശനസിന്റെ പുത്രൻ രുചകൻ. രുചകന്റെ 5 പുത്രന്മാരാണ് പുരുജിത്ത്, രുക്മൻ, രുക്മേഷു, പൃഥു, ജാമകൻ. അതില് ജാമകൻ എന്ന് പറഞ്ഞ ആളുടെ കഥയാണ് ഇനിയുള്ള 5 ശ്ലോകങ്ങളിൽ 35, 36, 37, 38, 39 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഒരു തമാശയാണ് ആ കഥ. അതുകൊണ്ട് എന്നാൽ അത് സമയം വൈകിയതുകൊണ്ട് പറയാതെ വിട്ടത്. അപ്പൊ നോക്കാം, ആ കഥയിലേക്ക് പോകാം. ജാമകൻ എന്ന് പറയുന്ന 5ാമത്തെ പുത്രൻ, രുചകന്റെ 5ാമത്തെ പുത്രനാണ് ജാമകൻ. ആ ജാമകന്റെ കഥ പറയണം. ജാമകസ്തു അപ്രജോപി അന്യാം ഭാര്യാം ശൈബ്യാപതിർ ഭയാത് നാവിന്ദത് ശത്രുഭവനാത് ഭോജ്യാം കന്യാം അഹാരശീത്. ജാമകസ്തു അപ്രജോപി അന്യാം ഭാര്യാം ശൈബ്യാപതിർ ഭയാത് നാവിന്ദത് ശത്രുഭവനാത് ഭോജ്യാം കന്യാം അഹാരശീത്. ജാമകഃ തു അപ്രജഃ. ഈ രുചകന്റെ അവസാന 5ാമത്തെ പുത്രനായ ജാമകൻ അപ്രജഃ. അപ്രജഃ സന്താനമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ തന്നെയാണ് ശൈബ്യാപതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ശൈബ്യയാണ്. അപ്പൊ ഇദ്ദേഹം ശൈബ്യാപതിയാണ്. അപ്പൊ ശൈബ്യാപതി അന്യാം ഭാര്യാം ഭയാത് നാവിന്ദത് ശത്രുഭവനാത് ഭോജ്യാം കന്യാം അഹാരശീത്. ഇദ്ദേഹം ഒരു രാജ്യത്തെ വെട്ടിപ്പിടിച്ചു, ശത്രുക്കളെ ജയിച്ച് അവിടെ നിന്ന് ഭോജ്യ എന്ന് പറഞ്ഞാൽ ഭോഗിക്കാൻ യോഗ്യ, അനുഭവിക്കാൻ യോഗ്യയായിരിക്കുന്ന ഒരു കന്യകയെ അഹാരശീത് ഹരിച്ചു കൊണ്ടുവന്നു. ശത്രുഭവനാത് ഭോജ്യാം കന്യാം അഹാരശീത്. ശത്രു രാജ്യത്തിൽ നിന്ന് തന്റെ ശക്തിയെല്ലാം പ്രകടിപ്പിച്ചിട്ടാണല്ലോ ശത്രുക്കളെ ജയിക്കുന്നത്. അങ്ങനെ ശത്രുക്കളെ ജയിച്ചുവെങ്കിലും അവിടുന്ന് ഒരു കന്യകയെ അപഹരിച്ചുവെങ്കിലും അതിനെ എന്തു പറ്റി? അന്യാം ഭാര്യാം നാവിന്ദത്. അവളെ അന്യയായ ഭാര്യയായിട്ട് പ്രാപിച്ചില്ല. നാവിന്ദത് എന്ന് പറഞ്ഞാൽ പ്രാപിച്ചില്ല, അനുഭവിച്ചില്ല. എന്തുകൊണ്ട്? ഭയാത് എന്ന് പറഞ്ഞു. ശൈബ്യാപതി ഭയാത് എന്ന് പ്രത്യേകം പറഞ്ഞു. ശൈബ്യാപതിയായ അദ്ദേഹം ഭയം കൊണ്ട് അന്യയായ കന്യകയെ തനിക്ക് അനുഭവിക്കാമായിരുന്നിട്ടും അന്യരാജ്യത്തുനിന്ന് ജയിച്ചു കൊണ്ടുവന്നിട്ടും അനുഭവിച്ചില്ല. എന്താ അതിന് കാരണം? അത് തുടർന്ന് പറയണം. അപ്പോ ഒരു BP ആയിരുന്നു കാരണം. ഉത്താനപാത രാജാവിനെ പോലെ അല്ലെ? അതാണ് ഇവിടെ കഥ പറയുന്നത്. രഥസ്ഥാം താം നിരീക്ഷ്യാഹ ശൈബ്യാപതിം അമർഷിത കേയം കുഹക മൽസ്ഥാനം രഥമാരോപിതേതി വൈ. രഥസ്ഥാം താം നിരീക്ഷ്യാഹ ശൈബ്യാപതിം അമർഷിത കേയം കുഹക മൽസ്ഥാനം രഥം ആരോപിത ഇതി വൈ. രഥസ്ഥാം താം നിരീക്ഷ്യ. അപ്പൊ ഈ അന്യയായ രാജ്യത്തിലെ കന്യകയെ ഭോജ്യയായ തനിക്ക് അനുഭവിക്കാൻ ഭാര്യയായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ള രഥത്തിലിരിക്കുന്ന അവളെ താം നിരീക്ഷ്യ ആഹ ശൈബ്യ. ശൈബ്യ ആഹ തന്റെ ആദ്യത്തെ പത്നി ഇദ്ദേഹത്തോട് ചോദിച്ചു. ആരോട്? പതിം ആഹ. ഭർത്താവായ ജാമകനോട് എങ്ങനെ ചോദിച്ചു? അമർഷിത, കോപത്തോടുകൂടി ചോദിച്ചു. ഭർത്താവിനെ നോക്കി കോപത്തോടുകൂടി ചോദിച്ചു. എന്താ ചോദിച്ചത്? കേയം കുഹക മൽസ്ഥാനം രഥം ആരോപിത ഇതി വൈ. ഇങ്ങനെ തന്നെയാ ചോദിച്ചത്. എങ്ങനെയാ ചോദിച്ചത്? കേയം എന്ന് പറഞ്ഞാൽ കായം. ആരായത്? കുഹക, കള്ള, വഞ്ചക. ഭർത്താവിനെ വിളിച്ചതാണ് വഞ്ചക എന്ന്. എടാ വഞ്ചക, കായം, ഇത് ആരാണ്? മൽസ്ഥാനം രഥം ആരോപിത.
രഥത്തിൽ ഞാനിരിക്കുന്ന സ്ഥാനത്ത് കയറ്റിക്കൊണ്ടുവന്നിരിക്കുന്നത് ആരെയാണ് എന്ന് നല്ല രോഷത്തോടുകൂടി ഈ ശൈബ്യ ഭർത്താവായ ജാമകനോട് കയർത്ത് ചോദിച്ചു. അത് കേട്ട പാതി അദ്ദേഹം എന്താ പറയുക, മേഹനം ചെയ്തോന്നറിയില്ല, എന്തായാലും ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, BP ആയിട്ട് പറഞ്ഞു, സ്നുഷാതവ. അതാണ് അടുത്ത വരി പറയുന്നത്. സ്നുഷാതവേത്യഭിഹിതേ സ്മയന്തി പതിമബ്രവീത് അഹം വന്ദ്യാ സപത്നീ ച സ്നുഷാമേ യുജ്യത്തെ കഥം. സ്നുഷാതവേദി അഭിഹിതേ സ്മയന്തി പതിമബ്രവീത് അഹം വന്ദ്യാ സപത്നീ ച സ്നുഷാമേ യുജ്യത്തെ കഥം. അപ്പൊ ഈ ജാമകരാജാവ് ഭയപ്പെട്ടുകൊണ്ട് സ്നുഷാ തവ, വായിൽ അപ്പോൾ അങ്ങനെയാ വന്നത്, അബദ്ധം പറഞ്ഞു. തവ സ്നുഷാ, ഇത് നിന്റെ മരുമകളാണ്. സ്നുഷ എന്ന് പറഞ്ഞാൽ മകന്റെ ഭാര്യ എന്നാണ്. അപ്പൊ മകന്റെ ഭാര്യയാണിത് എന്ന് പറഞ്ഞു. നമ്മുടെ ദേവകീ ദേവിനി നമ്മുടെ കംസനോട് കരഞ്ഞു പറയുന്നുണ്ട്, സ്നുഷേയം തവ കല്യാണ, ഹേ കല്യാണ, ഇത് അങ്ങയുടെ മരുമകളാകുന്നു, ഇവളെ വധിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് കംസനോട് അഭ്യർത്ഥിക്കുന്നത് കാണാം. അപ്പൊ അവിടെയും സ്നുഷ എന്നുള്ള പ്രയോഗം ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ, മകന്റെ ഭാര്യ. അപ്പൊ സ്നുഷാ തവ, അതെ എന്റെ മരുമകളാണ് കേട്ടോ എന്ന് പെട്ടെന്ന് ഇദ്ദേഹം പേടിച്ചുകൊണ്ട് ഭാര്യയോട്, ശൈബ്യയോട് പറഞ്ഞു. അപ്പോ ഇത് ഈ അഭിഹിതേ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്മയന്തി, അവൾക്ക് ചിരി വന്നു. ആർക്ക്? ഈ ഭാര്യയ്ക്ക്, ശൈബ്യയ്ക്ക്. എന്നിട്ട് പതിം അബ്രവീത്, ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? അഹം വന്ദ്യ അസപത്നീച്ച സ്നുഷാമേ യുജ്യതേ കഥം. അഹം വന്ദ്യ, ഞാൻ പ്രസവിച്ചിട്ടില്ല, ഞാൻ വന്ധ്യയാണ്, എനിക്ക് മകനില്ല, പിന്നെ എങ്ങനെ എനിക്ക് മരുമകൾ ഉണ്ടാവും? അപ്പൊ അങ്ങനെ വഴിയില്ല. പിന്നെ വേറൊരു സപത്നി ഉണ്ടെങ്കിൽ അവളുടെ മക്കൾക്ക്, അവളുടെ ആൺമക്കൾക്ക് മരുമകളായിട്ട് വേണമെങ്കിലാവാം, അപ്പൊ എന്റെ മരുമകളാവും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സപത്നി ഇല്ലല്ലോ, അതാണ് അസപത്നീച്ച്. ഞാൻ സപത്നി ഉള്ളവളും അല്ല, അങ്ങേക്ക് വേറെ ഭാര്യമാരൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഒരു മകന്റെ അമ്മയാവുക? അതുകൊണ്ട് അഹം വന്ധ്യ അസപത്നീച്ച്, അതുകൊണ്ട് സ്നുഷാമേ യുജ്യതേ കഥം, ഇവൾ സ്നുഷയായിട്ട് എനിക്ക് എങ്ങനെ യോജിക്കും? അപ്പൊ ഇവള് എങ്ങനെ സ്നുഷയാവും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അദ്ദേഹം തന്നെ പറഞ്ഞു, ജനയിഷ്യസിയം രാജ്ഞി തസ്യേയമുപയുജ്യതേ അന്വമോദന്ത തദ്വിശ്വേ ദേവാ പിതരയേവ ച. ജനയിഷ്യസിയം രാജ്ഞി തസ്യേയമുപയുജ്യതേ അന്വമോദന്ത തദ്വിശ്വേ ദേവാ പിതരയേവ ച. രാജ്ഞി, അവളെ രാജ്ഞി തന്നെ വിളിച്ച് സോപ്പിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ജനയിഷ്യസീയം, നീ ആരെ ജനിപ്പിക്കുമോ തസ്യ അയ്യം ഉപയുജ്യത്തെ, അവന് ഇവൾ ഉപയോഗിക്കും, ഉപയോഗപ്പെടും, ചേർന്നു പോകും. അപ്പൊ ജനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തില് ഇദ്ദേഹം പറഞ്ഞു, നീ പ്രസവിക്കും ഇനിയും, ഇതുവരെ പ്രസവിച്ചിട്ടില്ല, വന്ധ്യയാണ്, തനിക്ക് ഉപഭോഗത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് മറ്റേ കന്യ. പക്ഷെ ഭാര്യയെ പേടിച്ചിട്ട് ആകെ വാക്കുമാറി മരുമകളെന്ന് പറഞ്ഞും പോയി. പിന്നെ ഇപ്പൊ എങ്ങനെ മരുമകളാവുന്ന അവള് ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, നീ തീർച്ചയായിട്ടും പ്രസവിക്കും. ജനയിഷ്യസി യം രാജ്ഞി തസ്യം ഉപയുജ്യത, അപ്പൊ അവന് ഇവളെ ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അന്വമോദന്ത തദ് വിശ്വേദേവാഹ പിതരയേവച്ച, വിശ്വേദേവന്മാരെന്ന ദേവന്മാര് അവര് തഥാസ്തു എന്ന് പറയുന്ന ദേവന്മാരാണ് വിശ്വേദേവന്മാര്. അപ്പൊ നമ്മൾ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ ഫലിക്കട്ടെ എന്ന് ആ വിശ്വേദേവന്മാർ അനുഗ്രഹിക്കും. നമ്മൾ എന്ത് സങ്കല്പിച്ചാലും അതിന് പുറകിൽ വിശ്വേദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും, നല്ലവരാണെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ആ വിശ്വേദേവന്മാരെ മുമ്പ് അദ്ദേഹം സേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അനുഗ്രഹം ഉണ്ടായി. അവര് അന്വമോദന്ത, അവരതിനെ അനുമോദിച്ചു. തഥാസ്തു, അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന്. അതാണ് വിശ്വേദേവാഹ പിതരയേവച്ച, ഇവന്റെ പിതൃക്കളും സന്തോഷിച്ചവനെ അനുഗ്രഹിച്ചു.
അങ്ങനെ ഭവിക്കട്ടെ, നിനക്ക് സന്തതി ഉണ്ടാവട്ടെ എന്ന് ദേവന്മാരുടെയും വിശ്വദേവന്മാരുടെയും പിതൃക്കളുടെയും അനുവാദം ഉണ്ടായി. അപ്പോ ആ പറഞ്ഞത് സത്യമായി. അതാണ് ശൈബ്യാഗർഭമദാത് കാലേ കുമാരം സുഷുവേ ശുഭം സവിദർഭഃ ഇതി പ്രോക്തഃ ഉപയേമേ സ്നുഷാം സതീം. ശൈബ്യാഗർഭമദാത് കാലേ കുമാരം സുഷുവേ ശുഭം സവിദർഭ ഇതി പ്രോക്തഃ ഉപയേമേ സ്നുഷാം സതീം. ഈ ശൈബ്യക്ക് കുറച്ച് പ്രായമൊക്കെ ആയിരുന്നു, ഇനി പ്രസവിക്കില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ശൈബ്യ ഈ വിശ്വദേവന്മാരുടെയും പിതൃക്കളുടെയും അനുഗ്രഹം കൊണ്ട് ശൈബ്യ ഗർഭം മദാത് കാലേ ഗർഭം ധരിച്ചു. പിന്നെ കാലേ സുഷുവേ ശുഭം കുമാരം, യഥാകാലം ഒരു ശുഭനായ കുമാരനെ പ്രസവിക്കുകയും ചെയ്തു. നല്ലൊരു കുട്ടിയെ, ആൺകുട്ടിയെ തന്നെ പ്രസവിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ആശംസ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക് സത്യമായി. വിശ്വദേവന്മാർ അനുഗ്രഹിച്ചതുകൊണ്ടും പിതൃക്കൾ അനുഗ്രഹിച്ചതുകൊണ്ടും. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ സൂക്ഷിക്കണം. പുറകിൽ നിന്ന് തഥാസ്തു എന്ന് പറയുന്ന ആളുകൾ കൂടെയുണ്ട്, എന്ന് ദേവന്മാരെ അനുഗ്രഹിക്കാൻ കൂടെയുണ്ട്. അപ്പോ ശരിയായ കാര്യങ്ങളെ നമ്മൾ പറയാവൂ. അപ്പൊ ആ കുട്ടിയാണ് പിന്നീട് വിദർഭഃ ഇതി പ്രോക്തഃ. സഹ വിദർഭഃ ഇതി പ്രോക്തഃ. അവൻ വിദർഭൻ എന്നറിയപ്പെട്ടു, പറയപ്പെട്ടു. ഉപയേമേ സ്നുഷാം സതി. ഈ കാത്തിരിക്കുന്ന സ്നുഷയെ, ഈ അച്ഛൻ അടിച്ചുകൊണ്ടുവന്ന അന്യരാജ്യത്തെ രാജകുമാരിയെ ഇദ്ദേഹം വിവാഹം കഴിച്ചു. ഉപയേമേ. അപ്പൊ അന്നൊക്കെ പ്രായ വ്യത്യാസമൊന്നും പ്രശ്നമല്ല, അല്ലെ? പെൺകുട്ടിക്ക് പ്രായം കൂടിയാലും ആണിന് പ്രായം കുറഞ്ഞാലും അന്നേ പ്രശ്നമല്ല എന്ന് വരുന്നു. അപ്പൊ പിന്നെ ഇന്ന് പ്രശ്നമാക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ ഇതൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് പറയാം. എന്തായാലും ആദ്യം സ്നുഷ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൾ ഈ കുട്ടി വളർന്നു വരുന്നവരെ കാത്തിരുന്നല്ലോ. എന്തായാലും അങ്ങനെയാണ് അവൾ വിവാഹം കഴിച്ചു. വിദർഭൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. വിദർഭദേശത്തിന്റെ അധിപതിയായിട്ടുണ്ടാവും. നമ്മുടെ രുക്മിണിയുടെ പൂർവീകരായി തീർന്നിട്ടുണ്ടാവും. രുക്മി വിദർഭ രാജ്യത്തെ കന്യകയാണല്ലോ. അപ്പോ ഇങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ പൂർത്തീകരിച്ചിട്ട് യദുവംശ ചരിത്രം വീണ്ടും അടുത്ത അധ്യായത്തിൽ തുടരുകയാണ്. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ യദുവംശ നിരൂപണം നാമ ത്രയോവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 24-ാം അധ്യായം യദുവംശം ഒന്നുകൂടെ വിസ്തരിക്കുന്നു. അത് ചതുർവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച തസ്യാം വിദർഭോ ജനയത പുത്രൗ നാംനാ കുശക്രധൗ തൃതീയം രോമപാദം ച വിദർഭകുലനന്ദനം. രോമപാദസുതോ ബഭ്രുഃ ബഭ്രോः കൃതിരജായത. ഉശികസ്തൽസുതസ്തസ്മാത് ഛേദിശ്ചൈദ്യാദയോ നൃപ. ക്രതസ്യ കുന്തിഃ പുത്രോऽഭൂത് ദൃഷ്ടിസ്തസ്യാദ നിർവൃതിഃ. തതോ ദശാർഹോ നാമ്നാഭൂത് തസ്യ വ്യോമ സുതസ്തതഃ. ജീമോതോ വികൃതിസ്തസ്യ യസ്യ ഭീമരഥഃ സുതഃ. തതോ നവരഥഃ പുത്രോ ജാതോ ദശരഥസ്തതഃ. കരംബിഃ ശകുനേഃ പുത്രോ ദേവരാതസ്തദാത്മജഃ. ദേവക്ഷത്രസ്തതസ്തസ്യ മധുഃ കുരുവശാദനു. പുരുഹോത്രസ്ത്വനോः പുത്രഃ തസ്യായുഃ സത്വതസ്തതഃ. ഭജമാനോ ബജിർദിവ്യോ വൃഷ്ണിർദേവാവൃധോന്തകഃ. സത്വതസ്യ സുതാ സപ്ത മഹാഭോജശ്ച മാരിഷ. ഭജമാനസ്യ നിമ്ലോജിഃ കിങ്കിനോ ദൃഷ്ടിരേവ ച. ഏകസ്യാമാത്മജാ പത്ന്യാം അന്യസ്യാം ച ത്രയഃ സുതാഃ. ശതാജിത് ച സഹസ്രാജിത് അയുധാജിത് ഇതി പ്രഭോ.
ബഭ്രുർദേവാവൃതസുതഃ ത്രയോः ശ്ലോകൗ പഠന്ത്യമു യഥൈവ ശൃണുമോ ദൂരാത് സംപശ്യാമസ്തദാന്തികാത് ബഭ്രുഃ ശ്രേഷ്ഠോ മനുഷ്യാണാം ദേവൈർദേവാവൃതഃ സമഃ പുരുഷാः പഞ്ചഷഷ്ടിശ്ച ഷട്സഹസ്രാണി ചാഷ്ട ച യേ അമൃതത്വമനുപ്രാപ്താ ബഭ്രോർദേവാവൃതാദപി മഹാഭോജോപി ധർമാത്മാ ഭോജാ ആസൻ തദന്വയേ വൃഷ്ണേഃ സുമിത്രഃ പുത്രോऽഭൂത് യുധാജിത് ച പരന്തപ ശിനിസ്തസ്യ അനമിത്രശ്ച നിമ്നോऽഭൂത് അനമിത്രതഃ സത്രാജിതഃ പ്രസേനശ്ച നിമ്നസ്യാപി ആസതു സുതൗ അനമിത്രസുതോ യോന്യഃ ശിനിഃ തസ്യാദ സത്യകഃ യുയുധാനഃ സാത്യകിർവൈ ജയസ്തസ്യ കുണിസ്തതഃ യുഗന്ധരോ അനമിത്രസ്യ വൃഷ്ണിഃ പുത്രോ അപരസ്തതഃ ശ്വഭൽകശ്ചിത്രരഥശ്ച ഗാന്ധിന്യാം ച ശ്വഭൽകതഃ അക്രൂരപ്രമുഖാ ആസൻ പുത്രാ ദ്വാദശ വിശ്രുതാഃ ആസംഗസാരമേയശ്ച മൃദുരോ മൃദുവിദ്ഗിരിഃ ധർമ്മവൃദ്ധഃ സുകർമാ ച ക്ഷേത്രോപേക്ഷോ അരിമർദനഃ ശത്രുഘ്നോ ഗന്ധമാദശ്ച പ്രതിബാഹുശ്ച ദ്വാദശഃ തേഷാം സ്വസാ സുചീരാഖ്യാ ദ്വൗ അക്രൂരസുതൗ അപി ദേവവാൻ ഉപദേവശ്ച തഥാ ചിത്രരഥാത്മജാഃ പൃഥുർവിദൂരദാദ്യാശ്ച ബഹവോ വൃഷ്ണിനന്ദനാഃ കുകുരോ ഭജമാനശ്ച ശുചിഃ കമ്പളബർഹിഷഃ കുകുരസ്യ സുതോ വഹ്നിഃ വിലോമാ തനയസ്തതഃ കപോതരോമാ തസ്യാനുഃ സഖാ യസ്യ ച തുംബുരുഃ അന്തകോ ദുന്ദുവിസ്തസ്മാത് അരിദ്യോത പുനർവസുഃ തസ്യ ആഹുകശ്ച ആഹുഗീ ച കന്യാ ചൈവാഹുകാത്മജൗ ദേവകശ്ച ഉഗ്രസേനശ്ച ചത്വാരോ ദേവകാത്മജാഃ ദേവവാൻ ഉപദേവശ്ച സുദേവോ ദേവവർദ്ധനഃ തേഷാം സ്വസാരഃ സപ്താസൻ ധൃതദേവാദയോ നൃപ ശാന്തിദേവോപദേവാ ച ശ്രീദേവാ ദേവരക്ഷിതാ സഹ ദേവാ ദേവകീ ച വസുദേവ ഉവാഹതാഃ കംസസ്സുനാമാനിഗ്രോധഃ കങ്കശങ്കുസ്സുഹൂസ്തദാ രാഷ്ട്രപാലോദ സൃഷ്ടിശ്ച തുഷ്ടിമാൻ ഔഗ്രസേനയഃ കംസാ കംസവതി കങ്കാ ശൂരഭൂ രാഷ്ട്രപാലിക ഉഗ്രസേന ദുഹിതരോ വസുദേവാനുജസ്ത്രിയഃ ശൂരോ വിദൂരദാദാസീത് ഭജമാനഃ സുതസ്തതഃ ശിനിഃ തസ്മാത് സ്വയം ഭോജോ ഹൃദീകഃ തൽസുതോ മതഃ ദേവബാഹുഃ ശതധനുഃ കൃതവർമ്മേതി തൽസുതാഃ ദേവമീഡസ്യ ശൂരസ്യ മാരിഷാ നാമ പത്ന്യഭൂത് തസ്യാം സ ജനയാമാസ ദശപുത്രാൻ അകൽമഷാൻ വസുദേവം ദേവഭാഗം ദേവസ്രവസമാനകം സൃഞ്ജയം ശ്യാമകം കങ്കം ശമീകം വത്സകം മൃഗം ദേവദുന്ദുഭയോ നേതുഃ ആനഗായസ്യ ജന്മനി വസുദേവം ഹരേ സ്ഥാനം വദന്ത്യാനഗദുന്ദുഭിം പൃഥാ ച ശ്രുതദേവാ ച ശ്രുതകീർത്തിഃ ശ്രുതസ്രവാഃ രാജാദിദേവീ ചൈതേഷാം ഭഗിന്യഃ പഞ്ചകന്യകാഃ കുന്ദേഃ സഖ്യുഃ പിതാഃ ശൂരോ ഹ്യപുത്രസ്യ പൃഥാം അദാത് സാപ ദുർവാസസോ വിദ്യാം ദേവഹൂതീം പ്രതോഷിതാത് തസ്യാപി വീര്യപരീക്ഷാർത്ഥം ആജുഹാവ രവിം ശുചിം തദൈവ ഉപാഗതം ദേവം വീക്ഷ്യ വിസ്മിതമാനസാ പ്രത്യയാർത്ഥം പ്രയുക്താ മേ യാഹി ദേവ ക്ഷമസ്വ മേ അമോഘം ദർശനം ദേവി ആദിൽസേ ത്വയി ചാത്മജം യോനിർയദാ ന ദുഷ്യേത കർത്താഹം തേ സുമധ്യമേ ഇതി തസ്യാം സ ആദായ ഗർഭം സൂര്യോ ദിവംഗതഃ സദ്യ കുമാരഃ സഞ്ജജ്ഞേ ദ്വിതീയ ഇവ ഭാസ്കരഃ തം സാത്യജന്നി നദീതോയേ കൃച്ഛ്രാത് ലോകസ്യ ബിഭ്യതി പ്രപിതാമഹസ്താമുവാഹ പാണ്ഡുർവൈ സത്യവിക്രമഃ ശ്രുതദേവം തു കാരുഷോ വൃദ്ധശർമാ സമഗ്രഹീത യസ്യാമഭൂദ്ദന്തവക്ത്രഃ ഋഷിശപ്തോദിദേഹ സുതഃ
കൈകേയോ ദൃഷ്ടകേതുശ്ച ശ്രുതകീർത്തിം അവിന്ദത സന്ദർദനാദയസ്തസ്യ പഞ്ചാസൻ കൈകയാ സുതാഃ രാജാദിദേവ്യാമാവന്ദ്യൗ ജയസേനോജനിഷ്ഠഃ ദമഘോഷശ്ചേതി രാജഃ ശ്രുതസ്രവസം അഗ്രഹീത ശിശുപാലസുതസ്തസ്യാഃ കതിതസ്തസ്യ സംഭവഃ ദേവഭാഗസ്യ കംസായാം ചിത്രകേതു ബൃഹദ്ബലൗ കംസവത്യാം ദേവസ്രവസഃ സുവീരൈഷുമാൻ തദ് ഗംഗായാം ആനകാജാതഃ സത്യജിത് പുരുജിത് തദ് സൃഞ്ജയോ രാഷ്ട്രപാല്യാം ച വൃഷദുർമർഷണാദിഗാൻ ഹരികേശ ഹിരണ്യാക്ഷൗ ശൂരഭൂമ്യാം ച ശ്യാമകഃ മിശ്രകേശ്യാമപ്സരസി മൃഗാദീൻ വത്സകസ്തദ് തക്ഷപുഷ്കരശാലാദീൻ ദുർവാർക്ഷ്യാം മൃഗ ആദധേ സുമിത്രാർജുനപാലാദീൻ സമീകാത്തു സുദാമിനീ കങ്കശ്ച കർണികായാം വൈർദധാമജയൗ അപി പൗരവീ രോഹിണീ ഭദ്രാമതിരാരോചനായിള ദേവകീ പ്രമുഖ ആസൻ പത്ന ആനകദുന്ദുഭേഃ ബലം ഗതം സാരണം ച ദുർമദം വിപുലം ധ്രുവം വസുദേവസ്തു രോഹിണ്യാം കൃതാദീൻ ഉദപാദയത് സുഭദ്രോ ഭദ്രവാഹശ്ച ദുർമദോ ഭദ്രയേവ ച പൗരവ്യാസ്തനയാ ഹേതേ ഭൂതാദ്യാ ദ്വാദശാഭവൻ നന്ദോപനന്ദകൃതക ശൂരാദ്യാമതിരാത്മജാഃ കൗസല്യാ കേശിനം തേകം അസൂതകുലനന്ദനം രോചനായാമതോ ജാതാഹസ്തഹേമാംഗദാദയഃ ഇളായാമുരുവൽക്കാദീൻ യദുമുഖ്യാൻ അജീജനത് വിപൃഷ്ടോ ധൃതദേവായാം ഏക ആനകദുന്ദുഭേഃ ശാന്തിദേവാത്മജാ രാജൻ ശ്രമപ്രതിശ്രുതാദയഃ രാജാനഃ കൽപവർഷാദ്യാഃ ഉപദേവാസുതാ ദശ വസുഹംസ സുവംശാദ്യാഃ ശ്രീദേവായാസ്തു ഷട്സുതാഃ ദേവരക്ഷിതയാ ലബ്ധാ നവചാത്രഗദാദയഃ വസുദേവസുതാൻ അഷ്ടൗ ആദതേ സഹദേവയാ പുരുവിശ്രുതമുഖ്യാൻസ്തു സാക്ഷാത് ധർമ്മോ വസൂനിവ വസുദേവസ്തു ദേവക്യാം അഷ്ടപുത്രാൻ അജീജനത് കീർത്തിമന്ദം സുഷേണം ച ഭദ്രസേനമുദാരധീഃ ഋജും സമർദ്ദനം ഭദ്രം സങ്കർഷണമഹീശ്വരം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഷ്ടമസ്തു തയോരാസീത് സ്വയമേവ ഹരി കില സുഭദ്രാ ച മഹാഭാഗാ തവ രാജൻ പിതാമഹി യദാ യദേഹധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാപ്മനഃ തദാ തു ഭഗവാനീശഃ ആത്മാനം സൃജതേ ഹരിഃ ന ഹ്യസ്യ ജന്മനോ ഹേതുഃ കർമ്മണോ വാ മഹീപതേ ആത്മമായാം വിനേശസ്യ പരസ്യ ദ്രഷ്ടുരാത്മനഃ യന്മായാ ചേഷ്ടിതം പുംസഃ സ്ഥിത്യുൽപത്യപ്യയായ ഹി അനുഗ്രഹസ്തന്നിവൃത്തേഃ ആത്മലാഭായ ചേഷ്യത്തെ അക്ഷൗഹിണീനാം പതിഭിഃ അസുരൈർനൃപലാഞ്ഛനൈഃ ഭുവ ആക്രമ്യമാനായാഃ അപാരായ കൃതോദ്യമഃ കർമാണ്യപരിമേയാണി മനസാപി സുരേശ്വരൈഃ സഹ സംഘർഷണശ്ചക്രേ ഭഗവാൻ മധുസൂദനഃ കലൗ ജനിഷ്യമാനാനാം ദുഃഖശോക തമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യതനോ യശഃ യസ്മിൻ സത്കർണപീയൂഷേ യശസ്തീർത്ഥപരേ സകൃത് ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ കർമ്മവാസനാം ഭോജവൃഷ്ണ്യന്തക മധുശൂരസേന ദശാർഹകൈഃ ശ്ലാഘനീയേ ഹി ദശശ്വത്കുരു സഞ്ജയ പാണ്ഡുഭിഃ സ്നിഗ്ധസ്മിതേക്ഷിതോദാരൈഃ വാക്യൈർവിക്രമലീലയാ നൃലോകം രമയാമാസ മൂർത്യാ സർവാംഗരമ്യയാ യസ്യാനനം മകരകുണ്ടലചാരുകർണഭ്രാജത്കപോലസുഭഗം സവിലാസഹാസം നിത്യോത്സവം ന തദ്രുപുർദൃശിഭിഃ പിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിവേശ്ച
ജാതോ ഗതഃ പിതൃഗൃഹാത് വ്രജമേതിദാർത്ഥോ ഹത്വാരിപൂൻ സുതശതാനി കൃതോരുദാരഃ ഉൽപാദ്യതേഷു പുരുഷഃ ക്രതുഭിഃ സമീജേ ആത്മാനമാത്മനിഗമം പ്രദയൻ ജനേഷു. പൃഥ്വ്യാസ വൈ ഗുരുഭരം ശപയൻ കുരുണാ അന്ധസമുക്തകലിനാ യുതി ഭൂപചംവഹ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമഗാത് സ്വദാമ. പൃഥ്വ്യാസ വൈ ഗുരുപരം ശപയൻ കുരുണാം അന്ധസമുക്തകലിനാ യുതി ഭൂപചംവഹ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമഗാത് സ്വദാമ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൂര്യസോമ വംശാനുകീർത്തനേ യദുവംശാനുകീർത്തനം നാമ ചതുർവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സമാപ്തോയം നവമസ്കന്ധഃ. നാരായണ. ഇപ്പൊ നവമസ്കന്ധം 67ഓളം ശ്ലോകങ്ങൾ വായിച്ചു. നവമസ്കന്ധത്തിലെ അവസാന അധ്യായം 24-ാം അധ്യായം യദുവംശ വർണ്ണനം. ഭഗവാന്റെ അവതാരത്തെ ചുരുക്കി 3 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിച്ചത്. ഇത് ദശമസ്കന്ധത്തിനുള്ള വിത്ത് പാവലായിരുന്നു. ഈ ചുരുക്കി പറഞ്ഞത് കേട്ടിട്ടാണ് തൃപ്തിയാവാതെ പരീക്ഷിത്ത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ഭഗവാന്റെ അവതാര ലീലകൾ വിസ്തരിച്ച് വർണ്ണിക്കണമെന്ന് പറയാൻ പോകുന്നത്. അത് നമുക്ക് ദശമസ്കന്ധാരംഭത്തിൽ കാണാം. അപ്പോ യദുവംശം തുടരുകയാണ്. നമ്മുടെ എന്താ പറയുക, വിദർഭൻ വരെയാണല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. ജാമകന്റെ പുത്രനായി ശൈബ്യയിൽ വിദർഭൻ എന്ന കുമാരനുണ്ടായി എന്ന് പറഞ്ഞു. ആ വിദർഭന്റെ തുടർന്നുള്ള വംശപരമ്പരകളെ പറയുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ചതുർവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. തസ്യാം വിദർഭോ അജനയത് പുത്രൗ നാംനാ കുശക്രധൗ തൃതീയം രോമപാദം ച വിദർഭകുലനന്ദനം. ശ്രീശുക ഉവാച. തസ്യാം വിദർഭോ അജനയത് പുത്രൗ നാംനാ കുശക്രധൗ തൃതീയം രോമപാദം ച വിദർഭകുലനന്ദനം. നാരായണ. അപ്പോ യദുവംശത്തിൽ ജനിച്ച വിദർഭ വംശത്തെ, വിദർഭന്റെ പരമ്പരയെ കുറിച്ച് പറയുന്നു. തസ്യാം വിദർഭോ അജനയത്. തസ്യ എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ തട്ടിക്കൊണ്ടുവന്ന രാജകുമാരി അല്ലെ, കാത്തിരിക്കുകയായിരുന്നു. ഇത് തന്റെ സ്നുഷയാണെന്ന് ശൈബ്യയോട് പറഞ്ഞ ആ സ്ത്രീയിൽ തസ്യാം വിദർഭ അജനയത്. വിദർഭൻ ജനിപ്പിച്ചു. ആരെ? പുത്രൗ കുശക്രതൗ നാംനാ കുശക്രതൗ. നാമം കൊണ്ട് കുശനെന്നും ക്രതു എന്നും, ക്രധൻ എന്ന്. ക്രതൗ എന്ന് പറയുമ്പോൾ ക്രതഹ എന്ന് പുല്ലിംഗ ശബ്ദം വരും. അതിന്റെ ദ്വിതീയാണ് ക്രധൗ. അപ്പോ കുശനും ക്രതനും ചേർത്ത് കുശക്രതൗ എന്ന് രണ്ടായിട്ട് പറഞ്ഞു. പുത്രൗ. ഇനി മാത്രമല്ല, തൃതീയം വിദർഭകുലനന്ദനം രോമപാദം ച. തൃതീയനായിട്ട്, മൂന്നാമനായിട്ട് രോമപാദൻ എന്ന പുത്രനെയും ജനിപ്പിച്ചു. അവൻ തന്നെയാണ് ഈ വംശത്തെ, വിദർഭകുലത്തെ സന്തോഷിപ്പിക്കുന്നവൻ, വിദർഭകുലനന്ദനൻ. അപ്പൊ ഇങ്ങനെ വിദർഭന് 3 പുത്രന്മാർ: കുശൻ, ക്രതൻ, രോമപാദൻ.
ഇനി തുടരുകയാണ്. രോമപാദസുതോ ബഭ്രുഃ ബഭ്രോഹോ കൃതിഃ അജായത കുശികഃ തൽസുതഃ തസ്മാത് ചേദിഃ ചൈദ്യാദയോ നൃപാഃ. രോമപാദസുതോ ബഭ്രുഃ ബഭ്രോഹോ കൃതിരജായത കുശികഃ തൽസുതഃ തസ്മാത് ചേദിഃ ചൈദ്യാദയോ നൃപാഃ. അപ്പൊ അതിൽ മൂന്നാമത് പറഞ്ഞ രോമപാദന്റെ പുത്രനായിട്ട് രോമപാദസുതഃ ബഭ്രുഃ, ബഭ്രു എന്ന പുത്രൻ. ബഭ്രോഹോ കൃതിഃ, ബഭ്രുവിൽ നിന്ന് കൃതി എന്ന പുത്രൻ ജനിച്ചു, അജായത. കുശികഃ തൽസുതഃ, കൃതിയുടെ പുത്രനായിട്ട് കുശികൻ. തൽസുതഃ, ഇനി തസ്മാത് ചേദിഃ, അവന്റെ പുത്രനായിട്ട് ചേദി, അവനിൽ നിന്ന് ചൈദ്യാദയോ നൃപാഹ, അവന്റെ പുത്രനായിട്ട് ചൈദ്യൻ മുതലായ രാജാക്കന്മാർ. ഇവരായിരിക്കും ഇനി ചേതി രാജാക്കന്മാരായിട്ട് അറിയപ്പെടാൻ പോകുന്നതായിരിക്കണം. അതിലാണ് നമ്മുടെ ശിശുപാലനും ജനിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ചൈദ്യാദി രാജാക്കന്മാര് ഈ രോമപാദന്റെ വംശത്തിലാണ് എന്ന് പറഞ്ഞു. ഇനി മുമ്പ് പറഞ്ഞ കുശക്രതന്മാര് രണ്ടുപേരുണ്ട്, വിദർഭന്റെ പുത്രന്മാര്. അതിൽ ക്രതന്റെ വംശം പറയുന്നു. ക്രതസ്യ കുന്തിഃ പുത്രോഭൂത് വൃഷ്ണിഃ തസ്യാദ നിർവൃതിഃ പുത്രോ ദശാർഹോ നാംനാഭൂത് തസ്യ വ്യോമസുതസ്തതഃ. ക്രതസ്യ കുന്തിഃ പുത്രോഭൂത് വൃഷ്ണിഃ തസ്യാദ നിർവൃതിഃ പുത്രോ ദശാർഹോ നാംനാഭൂത് തസ്യ വ്യോമഃ സുതസ്തതഃ. ആ വിദർഭന്റെ രണ്ടാമത്തെ പുത്രനായ ക്രതന്റെ പുത്രനായിട്ട് കുന്തിഃ, ക്രതസ്യ കുന്തിഃ, അവന്റെ പുത്രനായിട്ട് വൃഷ്ണിഃ, കുന്തിയുടെ പുത്രനായിട്ടൊരു വൃഷ്ണി. അപ്പൊ വൃഷ്ണികൾ കുറെ വരുന്നുണ്ട് ഈ പരമ്പരയില്. യദുവംശത്തിൽ 3 വൃഷ്ണിമാരുണ്ട്. അത് മൂത്ത വൃഷ്ണിയിൽ നിന്നാണ് ഇത് വൃഷ്ണിവംശം എന്ന പേരുണ്ടായത് എന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു. ഇനിയും വൃഷ്ണിമാർ ഇതില് ഉണ്ടാവുന്നുണ്ട്. ഒരേ പേരില് തലമുറകളിൽ പലരും ഉണ്ടാവും. ഒരേ അച്ഛന്റെ മക്കളൊക്കെ ഒരേ പേരിടും അല്ലെ. മൂത്ത പുത്രന് അച്ഛന്റെ പേരിടുന്ന സമ്പ്രദായമുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശന്മാരുടെ പേരിടുന്ന സമ്പ്രദായമുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ചി രാജകുടുംബത്തില് 4 പേരേ ഉള്ളൂ. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. രാമവർമ്മ, കേരളവർമ്മ, രവിവർമ്മ, എന്താ ഒരു വർമ്മയും കൂടിയുണ്ട്. അങ്ങനെ 4 വർമ്മമാരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അച്ഛൻ രാമവർമ്മയായിരിക്കും എല്ലാവർക്കും. അച്ഛൻ രാമവർമ്മയായിക്കൊള്ളണം നിർബന്ധമില്ല. മൂത്ത പുത്രന് രാമവർമ്മ എന്ന് പേര്. അവിടെ മരുമക്കത്തായമാണ് മുഖ്യം. അവിടെ രാജകുടുംബത്തില് അമ്മയ്ക്കാണ് പ്രാധാന്യം. അവിടെ കൂടുതലും വേളി നമ്പൂതിരിമാരായിരിക്കും. അപ്പോൾ അവർക്ക് രാമവർമ്മ എന്ന് പേരുണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മക്കളൊക്കെ രാമവർമ്മ, കേരളവർമ്മ, രവിവർമ്മ ഇങ്ങനെയുള്ള വർമ്മമാരാണ് ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ശ്രോതാക്കളിലുണ്ട് ആ കുടുംബത്തിൽ നിന്നുള്ളത് അവർക്കറിയാം. നാരായണ. അപ്പോൾ ഒരേ പേര് ആവർത്തിച്ചു വരുന്നത് നമ്മുടെ സമ്പ്രദായത്തിലുള്ളതാണ്. എല്ലാ സമ്പ്രദായത്തിലും അതുണ്ട്. മറ്റ് മതസ്ഥർക്കും ഉണ്ടത്. തോമസിന്റെ പേരക്കുട്ടി തോമസ് ആയിട്ട് വരും, മാത്യുവിന്റെ പേരക്കുട്ടി മാത്യു ആയിട്ട് വരും, അല്ലെ, മുഹമ്മദിന്റെ പേരക്കുട്ടി മുഹമ്മദായിട്ട് വരും. അതൊക്കെ പരമ്പരയാ എല്ലാ വംശത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വൃഷ്ണി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു വൃഷ്ണിയേ ഉള്ളൂ എന്ന് നിങ്ങളങ്ങോട്ട് തീരുമാനമെടുക്കാൻ വരട്ടെ, പാടില്ല. അനേക വൃഷ്ണിമാരുണ്ട്. അങ്ങനെ ഓരോ പേരുകളും പല പല പേര് ആവർത്തനമുണ്ട്. അപ്പോ ഇവിടെ കുന്തിയുടെ പുത്രനായിട്ട് വൃഷ്ണി, ക്രതസ്യ കുന്തിഹി പുത്രോഭൂത് വൃഷ്ണിഹി തസ്യാദ നിർവൃതിഹി.
അവന്റെ പുത്രനായിട്ട് വൃഷ്ണിയുടെ പുത്രനായിട്ട് നിർവൃതി, അവന്റെ പുത്രനായിട്ട് ദാശാർഹൻ, നിർവൃതിയുടെ പുത്രനായി ദാശാർഹ, അവന്റെ പുത്രനായിട്ട് വ്യോമ, തസ്യ വ്യോമ സുതഃ തതഃ. അപ്പോ വ്യോമൻ എന്ന പുത്രൻ ഉണ്ടാകും. പിന്നീട് ജീമോദോ വികൃതി തസ്യ യസ്യ ഭീമരഥസുതഃ തതോ നവരഥഃ പുത്രോ ജാതോ ദശരഥസ്തതഃ. അപ്പൊ വ്യോമന്റെ പുത്രനായിട്ട് ജീമൂതൻ, ജീമൂതന്റെ പുത്രനായിട്ട് വികൃതി, അവന്റെ പുത്രനായിട്ട് ഭീമരഥൻ, അവന്റെ പുത്രനായിട്ട് നവരഥൻ, അവന്റെ പുത്രനായിട്ട് ദശരഥൻ. അങ്ങനെ പോകുന്നു. ക്രതന്റെ വംശം, വിദർഭന്റെ പുത്രനായ ക്രതന്റെ വംശമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രതൻ, കുന്തി, വൃഷ്ണി, നിർവൃതി, ദാശാർഹൻ, വ്യോമ, ജീമൂത, വികൃതി, ഭീമരഥ, നവരഥ, ദശരഥ. ദശരഥൻ വരെ എത്തി. ഓക്കെ. കരംഭിഃ ശകുനേഃ പുത്രോ ദേവരാജസ്തദാത്മജഃ ദേവക്ഷത്രുഃ തതസ്തസ്യ മധുഃ കുരുവശാദനുഃ. കരംഭിഃ ശകുനേഃ പുത്രോ ദേവരാജസ്തദാത്മജഃ ദേവക്ഷത്രസ്തതസ്തസ്യ മധുഃ കുരുവശാദനുഃ. പിന്നെ ദശരഥന്റെ പുത്രനായിട്ട് കരംഭിഃ, അവന്റെ പുത്രൻ അല്ല, ദശരഥപുത്രനായിട്ട് അതെ കരംബി, അങ്ങനെയല്ല, കരംഭിഃ ശകുനേഃ പുത്രഃ എന്നാണ്. കരംബി ശകുനിയുടെ പുത്രനാണ്. അപ്പൊ ശകുനി ആരാണ്? ദശരഥന്റെ പുത്രനാണ്. അത് ഇടയ്ക്ക് കണക്ട് ചെയ്യണം. അപ്പൊ ദശരഥനിൽ നിന്ന് ശകുനിയും, ശകുനിയുടെ പുത്രനായി കരംഭിയും, അവന്റെ പുത്രനായി ദേവരാജൻ, ദേവരാജന്റെ പുത്രനായിട്ട് ദേവക്ഷത്രൻ, ദേവക്ഷത്ര എന്നേ ഉള്ളൂ, ഉള്ളൊരു ഉകാരമുള്ളതുപോലെ എനിക്ക് തോന്നിയതാണ്. ഇല്ല, ദേവക്ഷത്ര. അവന്റെ പുത്രനായിട്ട് മധു, അവന്റെ പുത്രനായിട്ട് അനു, അല്ല, മധുവിന്റെ പുത്രനായിട്ട് കുരു, മധുഹു കുരു, കുരുവശാദ് അനു. അല്ലല്ലോ, കുരുവശൻ എന്ന് തന്നെയാണ് പേര്, കുരുവല്ല, കുരുവശൻ. മധുഹു കുരുവശാദ് അനുഹു. മധുവിന്റെ പുത്രനായി കുരുവശൻ, കുരുവശന്റെ പുത്രനായി അനു. അപ്പൊ ഇങ്ങനെ പേരുകൾ തുടരുകയാണ്. പുരുഹോത്രസ്തു അനോഹോ പുത്രഃ തസ്യ ആയുഃ സാത്വതഃ തതഃ ഭജമാനോ ബജിർദിവ്യോ വൃഷ്ണിഃ ദേവാവൃതോ അന്തകഃ സാത്വതസ്യ സുതാ സപ്ത മഹാഭോജശ്ച മാരിഷ. പുരുഹോത്രസ്തു അനോഹോ പുത്രഃ തസ്യ ആയുഃ സാത്വതഃ തതഃ ഭജമാനോ ബജിഃ ദിവ്യോ വൃഷ്ണിഃ ദേവാവൃതോ അന്തകഃ സാത്വതസ്യ സുതാ സപ്ത മഹാഭോജശ്ച മാരിഷ. അപ്പൊ അവസാനം പറഞ്ഞ അനുവിന്റെ പുത്രനായിട്ട് പുരുഹോത്രഃ തു അനോഹോ പുത്രഃ. അനോഹോ അനുവിന്റെ പുത്രനാണ് പുരുഹോത്രൻ. അവന്റെ പുത്രനായിട്ട് ആയുസ്, തസ്യ ആയുഹു, അവന്റെ പുത്രനായി സാത്വതൻ. അവന്റെ പുത്രന്മാർ 7 പേര്, സപ്ത എന്ന് പറയുന്നുണ്ട്. അതാണ് ഭജമാനോ ബജിഹി ദിവ്യോ വൃഷ്ണിഹി ദേവാവൃതോ അന്തകഃ. അങ്ങനെ സാത്വതസ്യ സുതാ സപ്ത മഹാഭോജശ്ച മാരിഷ. മാരിഷ എന്നുള്ളത് പരീക്ഷത്തിനെ സംബോധന ചെയ്തതാണ്. അല്ലയോ ശ്രേഷ്ഠനായ പരീക്ഷത്തെ എന്ന് മാരിഷ എന്നുള്ളത് പരീക്ഷത്തിനെ സംബോധനയാണ്. ബാക്കി മക്കളുടെ പേര് ഈ സാത്വതന്റെ മക്കളാണ് ഭജമാനൻ, ബജി, ദിവ്യൻ, വൃഷ്ണി, ദേവാവൃതൻ, അന്തകൻ, അവസാനം പറഞ്ഞ മഹാഭോജഃ ച. മഹാഭോജനടക്കം സപ്തസുതാഹ സാത്വതസ്യ. സാത്വതന് 7 മക്കൾ. നല്ല മഴ നടക്കുന്നുണ്ട്. ഭജമാനസ്യ നിമ്ലോജിഃ കിങ്കിണോ ദൃഷ്ടിരേവ ച ഏകസ്യാം ആത്മജാ പത്ന്യാം അന്യസ്യാം ച ത്രയസുതാഃ ശതാജിത് സഹസ്രാജിത്
അയുധാജിത ഇതി പ്രഭോ ബഭ്രുഃ ദേവാവൃതസുതഃ തയോഃ ശ്ലോകൗ പഠന്ത്യമൂ ഭജമാനസ്യ നിമ്ലോജിഃ കിങ്കിണോ ദൃഷ്ടിരേവ ച ഏകസ്യാം ആത്മജാ പത്ന്യാം അന്യസ്യാം ച ത്രയഃസുതാഃ ശതാജിച്ച സഹസ്രാജിത് അയുധാജിതി പ്രഭോ ബഭ്രുഃ ദേവാവൃതസുതഃ ശ്ലോകൗ തയോഃ ശ്ലോകൗ പഠന്ത്യമൂ. അപ്പോ ഭജമാനൻ സാത്വതന്റെ പുത്രനായ മൂത്തപുത്രനായ ഭജമാനന്റെ പുത്രന്മാരെ കുറിച്ച് പറയണം. ഭജമാനന് ഒരു ഭാര്യയില് 3 പേര്. ഭജമാനസ്യ നിമ്ലോജിഃ കിങ്കിണഃ ദൃഷ്ടിഃ ഏവ ച ഏകസ്യാം ആത്മജാ പത്ന്യാം. ഏകസ്യാം പത്ന്യാം ആത്മജാഃ ത്രയ. ഭജമാനന്റെ 3 മക്കൾ നിമ്ലോജി, കിങ്കിണഃ, ദൃഷ്ടി. അത് കഴിഞ്ഞിട്ട് അന്യസ്യാം ച ത്രയസുതാഃ. മറ്റൊരു ഭാര്യയിലും 3 മക്കളുണ്ട്. അവരാണ് ശതാജിത്ത്, സഹസ്രാജിത്ത്, അയുധാജിത്ത് ഇതി. ശതാജിത്ത്, സഹസ്രാജിത്ത്, അയുധാജിത്ത് ഇതി. അപ്പൊ ഭജമാനന് 2 ഭാര്യമാരിൽ 3 മക്കൾ. പിന്നെ സാത്വതന്റെ മറ്റൊരു പുത്രനായ ദേവാവൃതനെ കുറിച്ച് പറയാം. ദേവാവൃത സുതഃ ബഭ്രുഃ. ദേവാവൃതന്റെ പുത്രനായിട്ട് ബഭ്രു. തയോഃ ശ്ലോകൗ പഠന്ത്യമു. ഇവർ 2 പേരുടെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന 2 ശ്ലോകങ്ങൾ കേൾക്കുന്നുണ്ട്. അതാരെക്കുറിച്ച്? ഭജമാനനെ കുറിച്ചും ബഭ്രുവിനെ കുറിച്ചും സാത്വതന്റെ 2 മക്കളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ. അതാണ് യദൈവ ശൃണുമോ ദൂരാത് സംപശ്യാമസ്തദാന്തികാത് ബഭ്രുഃ ശ്രേഷ്ഠോ മനുഷ്യാണാം ദേവൈഃ ദേവാവൃതഃ സമഃ. ബഭ്രു, ദേവാവൃതൻ, ഈ സാത്വതന്റെ 2 മക്കളെ കുറിച്ചാണ് ഈ ശ്ലോകം. യദൈവ ശൃണുമോ ദേവാ ദൂരാത് സംപശ്യാമസ്തദാന്തികാത് ബഭ്രുഃ ശ്രേഷ്ഠോ മനുഷ്യാണാം ദേവൈർദേവാവൃതഃ സമഃ. അപ്പോ യഥായേവ ശൃണുമോ ദൂരാത്, ഇവരെക്കുറിച്ച് ദൂരത്തു നിന്ന് എപ്രകാരം കേൾക്കുന്നുവോ, എന്നുവെച്ചാൽ മറ്റുള്ളവർ ഇവരെക്കുറിച്ച് എങ്ങനെ പരോക്ഷമായി വർണ്ണിക്കുന്നുവോ അതുപോലെ സംപശ്യാമഹ തഥാ അന്തികാത്, അതുപോലെ അവരെ അന്തികത്തിൽ നിന്ന്, സമീപത്തിൽ നിന്ന് അതേപോലെ കാണാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഒട്ടും അവരെക്കുറിച്ച് വർണ്ണിക്കുന്നതില് അതിശയോക്തിയൊന്നുമില്ല, ഉള്ളതുപോലെ തന്നെയാണ് അവരുള്ളത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാം. അപ്പൊ തഥാ അന്തികാത് സംപശ്യാമ, അവരെക്കുറിച്ച് ദൂരത്തുനിന്ന് കേട്ടതുപോലെ തന്നെയാണ് അടുത്തു നിന്ന് കാണുന്നതും. ഇനി പറയുന്നു ബഭ്രുഃ ശ്രേഷ്ഠോ മനുഷ്യാണ്, മനുഷ്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ബഭ്രു. ഒരാള് ബഭ്രു, അയാള് മനുഷ്യന്മാരിൽ ശ്രേഷ്ഠൻ. ദേവൈഃ സമഃ ദേവാവൃതഃ, ദേവന്മാർക്ക് തുല്യനാണ് ദേവാവൃതൻ. അപ്പൊ ദേവന്മാരോട് സദൃശനാണ് ദേവാവൃതൻ. അങ്ങനെ 2 പേരും മിടുമിടുക്കന്മാരാണ്, കേമന്മാരാണെന്ന് സാത്വതന്റെ 2 മക്കളെക്കുറിച്ച് പ്രശംസാവചനങ്ങൾ, ശ്ലോകങ്ങൾ പറഞ്ഞു. ഇനി ആ വംശം തുടരുകയാണ്. പുരുഷാ പഞ്ചഷഷ്ടിശ്ച ഷട്സഹസ്രാണി ച അഷ്ട ച യേ അമൃതത്വമനുപ്രാപ്ത ബഭ്രോർദേവാവൃതാദപി. പുരുഷാഃ പഞ്ചഷഷ്ടിശ്ച ഷട്സഹസ്രാണി ച അഷ്ട ച യേ അമൃതത്വമനുപ്രാപ്ത ബഭ്രോഃ ദേവാവൃതാദപി. പുരുഷാഃ പഞ്ചഷഷ്ടിശ്ച ഷട്സഹസ്രാണി ച അഷ്ട ച. ഷട്സഹസ്രം എന്ന് പറഞ്ഞാൽ തന്നെ 6000, പഞ്ചഷഷ്ടി എന്ന് പറഞ്ഞാൽ 65, അഷ്ട എന്ന് പറഞ്ഞാൽ 8,
അപ്പൊ എത്രയായി? 65 × 8 73. ആദ്യം പറഞ്ഞ 6000, 6073 എന്ന് മൊത്തം പറഞ്ഞതാണ്. പഞ്ചഷഷ്ടി ഷഡ്സഹസ്രാണി അഷ്ടച. അപ്പൊ 65 + 6000 + 8, 6073 സംഖ്യ. അത്രയും പുരുഷന്മാര് യേ അമൃതത്വം അനുപ്രാപ്താഹ, ഈ വംശത്തിൽ, ഈ ബബ്രുവിന്റെയും ദേവാവൃതന്റെയും വംശത്തിൽ ഉണ്ടായ ഇത്രയും ആളുകള് അമൃതത്വം പ്രാപിച്ചു. എന്തുകൊണ്ട്? ബബ്രോഹോ ദേവാവൃതാത് അപി, ബബ്രുവിൽ നിന്നും ദേവാവൃതനിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് അവരതുപോലെ ജീവിച്ചതുകൊണ്ട്, ധാർമ്മികന്മാരായി ജീവിച്ചതുകൊണ്ട് അവർ മോക്ഷം പ്രാപിച്ചു, അമൃതത്വം പ്രാപിച്ചു എന്നാണ്. അപ്പൊ ഇത്രയും ആളുകളെ ഉയർത്തിവിട്ട കേമന്മാരാണ് ഈ ബബ്രുവും ദേവ. അതുകൊണ്ടാണ് അവരുടെ യശസ് എല്ലാവരും പ്രശംസിക്കുന്നത്. ഇത്രയും കേമന്മാരാണ്. 6073 പേരെ അവർ ഉദ്ധരിച്ചു, സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിച്ച് മോക്ഷം കൊടുത്ത മഹാത്മാക്കളാണ്. ഇനി മഹാഭോജോപി ധർമാത്മാ ഭോജ ആസൻ തദന്വയേ വൃഷ്ണേഹേ സുമിത്രഃ പുത്രോഭൂത യുധാജിച്ഛ പരം തപ. അപ്പൊ ഇനിയും ഇവരുടെ കുശക്രതൗ എന്ന് പറഞ്ഞു അല്ലേ? ആ കുശന്റെ വംശത്തെക്കുറിച്ച് അല്ല, മഹാഭോജൻ എവിടെ വരുന്നത്? ഈ സാത്വതന്റെ പുത്രൻ, സാത്വതന്റെ പുത്രന്മാരിൽ ഒരാളാണ് മഹാഭോജൻ. 7 പുത്രന്മാരെ കുറിച്ച് പറഞ്ഞുവല്ലോ. ഭജമാനൻ, ബജിർ, ദിവ്യോ, വൃഷ്ണിഹി, ദേവാവൃതോ, അന്തകഃ, മഹാഭോജഃ. അപ്പൊ അതിൽ സാത്വതന്റെ പുത്രനായ മഹാഭോജന്റെ വംശം പറയാണ്. മഹാഭോജോപി ധർമാത്മാ ഭോജ ആസൻ തദന്വയേ വൃഷ്ണേഹേ സുമിത്രഃ പുത്രോഭൂത യുധാജിച്ഛ പരന്തപ. മഹാഭോജനും, മഹാഭോജ അപി ധർമാത്മാ, ധർമാത്മാവാണ്. മഹാഭോജോപി ധർമാത്മാ ഭോജ ആസൻ തദന്വയേ വൃഷ്ണേഹേ സുമിത്രഃ പുത്രോഭൂത യുധാജിച്ഛ പരന്തപ. മഹാഭോജൻ ധർമാത്മാവാണ്. അദ്ദേഹത്തിന്റെ അന്വയത്തിലാണ്, അദ്ദേഹത്തിന്റെ വംശത്തില് ഭോജാഹ ആസന്, ഭോജന്മാർ ഉണ്ടായി. പിന്നീട് മുമ്പിൽ പറഞ്ഞ വൃഷ്ണിയുടെ വംശത്തിൽ വൃഷ്ണി മുമ്പേ പറഞ്ഞ ആളാണ്. കുന്തിയുടെ പുത്രനായിട്ട് വൃഷ്ണിയാണ് പറഞ്ഞത് അല്ലേ? ക്രതസ്യ കുന്തിപുത്രോഭൂത് വൃഷ്ണിസ്തസ്യാത നിർവൃതി. അവിടെ വൃഷ്ണി വരുന്നത് കുന്തിയുടെ പുത്രനായിട്ട്. ഇവിടെ നമ്മുടെ ഒരു പുസ്തകത്തില്, മൂലപുസ്തകത്തില് ദൃഷ്ടി എന്ന് വൃഷ്ണിയെ സ്പെല്ലിംഗ് അടിച്ചു വിട്ടിട്ടുണ്ട്. ആ ദൃഷ്ടി വേറെ എവിടെയും ചേരുന്നില്ല. ട്രേസ് ചെയ്യാൻ വലിയ പണിയാണ്. ദൃഷ്ടിയല്ലാതെ വൃഷ്ണിയാണ്. അപ്പൊ വൃഷ്ണി, ആ വൃഷ്ണിയുടെ മക്കളായിട്ട് വൃഷ്ണേഹേ
സുമിത്ര പുത്രോഭൂത് യുധാജിച്ച പരന്തപ. വൃഷ്ണിയുടെ പുത്രനായിട്ട് യുധാജിത്ത് പുത്രനായി, സുമിത്രനും യുധാജിത്തും പുത്രനായിട്ട് ഭവിച്ചു. രണ്ടുപേര് വൃഷ്ണിയുടെ മക്കളായിട്ട്. അപ്പോൾ നമ്മുടെ മഹാഭോജന്റെ വംശമാണ് ഭോജന്മാരെന്ന് പറയുന്ന ആ ഭോജവംശമാണ് ഉഗ്രസേനന്റെ വംശം തോന്നുന്നുണ്ട്. കംസന്റെ വംശം ഭോജവംശമാണ്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഇവിടെ നമുക്ക് വൃഷ്ണിയിൽ നിന്ന് സുമിത്രനും യുധാജിത്തും ഉണ്ടായി. ശിനിഹി തസ്യ അനമിത്രശ്ച നിമ്നോ അഭൂത് അനമിത്രതഃ സത്രാജിതഃ പ്രസേനശ്ച നിമ്നസ്യാപി ആസതു സുതൗ. ശിനിഹി തസ്യ അനമിത്രശ്ച നിമ്നോ അഭൂത് അനമിത്രതഃ സത്രാജിതഃ പ്രസേനശ്ച നിമ്നസ്യ അപി ആസതുഹു സുതൗ. അപ്പോ ഇനി യുധാജിത്തിന് ശിനി എന്ന് പറഞ്ഞും അനമിത്രൻ എന്ന് പറഞ്ഞും രണ്ട് പുത്രന്മാര്. യുധാജിത്തിന് ശിനി, അനമിത്ര. ഇനി അനമിത്രന് നിമ്നൻ എന്ന പുത്രൻ ഉണ്ടായി. അതാണ് അനമിത്രതഃ നിമ്നഃ അഭൂത്. അനമിത്രന്റെ പുത്രനാണ് നിമ്നൻ. നിമ്നസ്യ രണ്ട് പുത്രന്മാര് ആസതുഹു സുതൗ. ആസതുഹു എന്ന് പറഞ്ഞാൽ ഗൗ ആസതുഹു, രണ്ട് പുത്രന്മാർ. എന്താ പേരുകള്? സത്രാജിതഃ പ്രസേനഃ ച. സത്രാജിത്തും പ്രസേനനും. നമുക്ക് കഥയറിയാം. അവരുടെ സമന്തകോപാഖ്യാനത്തിൽ വരുന്ന രണ്ട് യാദവന്മാരാണ് സത്രാജിത്തും പ്രസേനനും. ഇവരുടെ അച്ഛന്റെ പേര് നിമ്നനാണ്. ഈ നിമ്നൻ അനമിത്രന്റെ പുത്രനാണ്. അനമിത്രൻ യുധാജിത്തിന്റെ പുത്രനാണ്. യുധാജിത്തിന്റെ പുത്രനായ അനമിത്രന്റെ പുത്രനായ നിമ്നന്റെ പുത്രന്മാരാണ് നമ്മുടെ സത്രാജിത്തും പ്രസേനനും. സമന്തക കഥയിലെ വില്ലന്മാർ അല്ലെങ്കിൽ കഥയിലെ പാത്രങ്ങൾ. ഇനി അനമിത്രസുതോ യോന്യഃ ശിനിഃ തസ്യാദ സത്യഗഃ യുയുധാനഃ സാത്യകിർവൈ ജയഃ തസ്യ കണിഃ തതഃ. കണിയോ കുണിയോ? കുണിഃ തതഃ. കണ്ണു പിടിക്കുന്നില്ല. അനമിത്രസുതോ യോന്യഃ ശിനിഃ തസ്യാദ സത്യഗഃ യുയുധാനഃ സാത്യകിർവൈ ജയസ്തസ്യ കുണിസ്തതഃ. അനമിത്രസുതഃ അന്യഃ. അനമിത്രന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച പുത്രനാണ് ശിനി. ആ ശിനിക്ക് സത്യകൻ എന്ന പേര് ഉണ്ടായി. സത്യകൻ എന്നൊരു മകൻ ഉണ്ടായി. ശിനിയുടെ മകനാണ് സത്യകൻ. സത്യകന്റെ പുത്രനായിട്ട് യുയുധാനൻ. ആ യുയുധാനൻ തന്നെയാണ് സാത്യകി എന്നും അറിയപ്പെടുന്നത്. യുയുധാനഃ സാത്യകിർവൈ. യുയുധാനൻ തന്നെയാണ് സാത്യകി. നമ്മുടെ ഭഗവാന്റെ വലങ്കയ്യായി ബോഡി ഗാർഡായി ഒക്കെ പുറകെ നടക്കുന്ന ആളാണ് സാത്യകി. വലിയ അതിരഥനാണ്, മഹാവീരനാണ്. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുകയും യുദ്ധത്തിൽ ശേഷിക്കുന്ന ആളുകളിൽ ഒരാളായി തീരുകയും ചെയ്യുന്ന കേമനാണ് ഈ സാത്യകി. ഈ സാത്യകിയാണ് പലർക്കും ഗുരു. നമ്മുടെ പ്രദ്യുമ്നന് ഗുരുവായി വരുന്നുണ്ട്. അതുപോലെ അഭിമന്യുവിന് കുറച്ച് ഗുരുവാകുന്നുണ്ട്. പല പ്രമുഖർക്കും ധനുർവിദ്യയിലും മറ്റൊക്കെ യുദ്ധതന്ത്രങ്ങളിലൊക്കെ ഗുരുവാണ് ഈ സാത്യകി. വളരെ കേമനാണ്. അപ്പൊ ഈ സത്യകന്റെ പുത്രനാണ് യുയുധാനൻ അഥവാ സാത്യകി. ഇനി ജയഃ തസ്യ. അവന്റെ പുത്രനായിട്ട് ജയനും അവന്റെ പുത്രനായിട്ട് കുണിയും. ഇനി അനമിത്രസ്യ അപരഃ പുത്രഃ. ഇവിടെ യുഗന്ധരൻ എന്നും വരുന്നുണ്ട്. അപ്പൊ കുണിയുടെ പുത്രനായിട്ട് യുഗന്ധരൻ വരെ കുണിയുടെ പുത്രനായിട്ട് പറഞ്ഞു സാത്യകിയുടെ വംശത്തില്. അത് കഴിഞ്ഞ് മുമ്പേ പറഞ്ഞ അനമിത്രന്റെ വംശത്തില് മറ്റൊരു വൃഷ്ണി എന്ന പേരായ പുത്രനുണ്ടായി. അനമിത്രസ്യ വൃഷ്ണിഃ പുത്രോ അപരഃ. അപരനായൊരു പുത്രൻ വൃഷ്ണി എന്ന പേരിലുണ്ടായി. തതഃ സ്വപൽക്കഃ ചിത്രരഥശ്ച. അവന് രണ്ട് പുത്രന്മാര്, വൃഷ്ണിക്ക് രണ്ട് പുത്രന്മാര്, സ്വപൽക്കനും ചിത്രരഥനും. ആ
അവന് ഗാന്ധിന്യാം ച ശൊഭൽകഥ അക്രൂര പ്രമുഖ ആസൻ പുത്ര ദ്വാദശ വിശ്രുതാഹ. അപ്പോ ആ ശൊഭൽക്കന്റെ പുത്രനായി അക്രൂരൻ മുതലായി ദ്വാദശ വിശ്രുതാഹ പുത്ര ആസൻ 12 പ്രശസ്തരായ പുത്രന്മാരുണ്ടായി. ഇതൊക്കെയാണ് യുഗന്ധരോ അനമിത്രസ്യ വൃഷ്ണിഹി പുത്രോ അപരസ്തതഃ ശൊഭൽകശ്ചിത്രരഥശ്ച ഗാന്ധിന്യാം ച ശൊഭൽകഥഃ അക്രൂര പ്രമുഖ ആസൻ പുത്ര ദ്വാദശ വിശ്രുതാഹ. അക്രൂരന്റെ അച്ഛന്റെ പേരാണ് ശൊഭൽകൻ. ഗാന്ധിനിയാണ് അമ്മ. ഗാന്ധിനേയൻ എന്നും അക്രൂരനെ പറയും, സ്വാഭൽക്കി എന്നും പറയും. നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ ഇനി ദശമസ്കന്ധത്തില് ഒരു വലിയ സ്ഥാനം വഹിക്കുന്ന ആളാണ് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള പലപ്പോഴും ദൂതുപോകുന്ന അക്രൂരൻ. അപ്പൊ ഈ യദുവംശത്തിലെ ഒരു പ്രമുഖനാണ്. ഈ ശൊഭൽക്കന്റെ അച്ഛനാണ് വൃഷ്ണി. അനമിത്രന്റെ മകനായ വൃഷ്ണിയുടെ മകനാണ് ശൊഭൽക്കൻ. ശൊഭൽക്കന്റെ മകനാണ് അക്രൂരൻ. അക്രൂരന് 12 സഹോദരന്മാരുണ്ട്. അവരുടെ പേര് വേറെ പറയുന്നുണ്ട്. ആസംഗഃ സാരമേയശ്ച മൃദുരോ മൃദുവിത്ത് ഗിരി ധർമ്മവൃദ്ധഃ സുകർമാ ച ക്ഷേത്രോപേക്ഷോ അരിമർദ്ദനഃ ശത്രുഘ്നോ ഗന്ധമാദശ്ച പ്രതിബാഹുശ്ച ദ്വാദശഃ. 12 പേരാണ്. ആ 12 പേര് ഇവിടെ എടുത്തു പറഞ്ഞതാണ് 15-ാം ശ്ലോകത്തില്. അക്രൂര സഹോദരന്മാരാണ്, ശൊഭൽക്കന്റെ പുത്രന്മാരാണ്. ആസംഗഃ സാരമേയശ്ച മൃദുരോ മൃദുവിത് ഗിരിഹി ധർമ്മവൃദ്ധഃ സുകർമാ ച ക്ഷേത്രോപേക്ഷോ അരിമർദ്ദനഃ ശത്രുഘ്നോ ഗന്ധമാദശ്ച പ്രതിബാഹുശ്ച ദ്വാദശ. പ്രതിബാഹു വരയ്ക്ക് 12 പേർ അക്രൂര സഹോദരന്മാർ. തേഷാം സ്വസാ സുജീരാഖ്യ ദ്വൗ അക്രൂരസുതൗ അപി ദേവവാൻ ഉപദേവശ്ച തദാ ചിത്രരഥാത്മജാഃ. പൃഥുർവിദൂരദാദ്യാശ്ച ബഹവോ വൃഷ്ണിനന്ദനാഃ കുകുരോ ഭജമാനശ്ച ശുചിഃ കമ്പളബർഹിഷഃ. തേഷാം സ്വസാ സുചീരാഖ്യാ ദ്വൗ അക്രൂരസുതാവപി പൃഥുർവിദൂരദാദ്യാശ്ച ബഹവോ വൃഷ്ണിനന്ദനാഃ കുകുരോ ഭജമാനശ്ച ശുചിഃ കമ്പളബർഹിഷഃ. അപ്പോ തേഷാം സ്വസാ, ഈ 12 അക്രൂരിനടക്കം 13 പേര് ശൊഭൽക്കന്റെ മക്കൾ. അവർക്ക് സഹോദരിയുണ്ട്, അതാണ് സ്വസാ എന്ന് പറഞ്ഞ്. അപ്പൊ അവരുടെ സഹോദരിയായിട്ട് സുചീര ആഖ്യ, ആഖ്യ കൊണ്ട് സുചീര, പേര് സുചീര എന്നറിയപ്പെടുന്ന ഒരു സഹോദരി, അതും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അക്രൂരസ്യ ദ്വൗ, അക്രൂരസുതൗ ദ്വൗ, അക്രൂരന് 2 മക്കളാണ്. എന്താ പേര്? ദേവവാൻ ഉപദേവൻ. ദേവവാൻ ഉപദേവശ്ച ദ്വൗ അക്രൂരസുതൗ. അതുപോലെ ഇനി ചിത്രരഥന്റെ പുത്രന്മാരായിട്ട് തഥാ ചിത്രരഥാത്മജാഃ പൃഥുർവിദൂരദാദ്യാഃ ബഹവഃ. പൃഥു, വിദൂരഥൻ മുതലായവർ. ഇങ്ങനെ വൃഷ്ണിനന്ദനാഃ ബഹവഃ, വൃഷ്ണിവംശത്തെ ആനന്ദിപ്പിക്കുന്നവർ, വൃഷ്ണിവംശത്തിന് സന്തോഷം കൊടുക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞു. കുകുരൻ, ഭജമാനൻ, ശുചി, കമ്പളബർഹിഷൻ എന്ന 4 പേര്. ഇനി ഈ വംശത്തിൽ തന്നെയുള്ള അന്തകൻ എന്ന് പറഞ്ഞ ഒരാളുടെ പുത്രന്മാരാണ് കുകുരഹ, ഭജമാനൻ, ശുചി, കമ്പളബർഹിഷഃ. അപ്പൊ അന്തകപുത്രന്മാരായിട്ട് 4 പേര്. അവരുടെ വംശത്തെക്കുറിച്ച് പറയണം. കുകുരസ്യ സ്വതോ വന്നി വിലോമാ തനയസ്തതഃ കപോതരോ മാ തസ്യാനുഃ സഖായസ്യ ച തുംബുരുഃ അന്തകോ ദുന്ദുഭിസ്തസ്യ ദരിദ്യോദഃ പുനർവസുഃ തസ്യാഹുഗശ്ച ആഹുഗീ ച കന്യാ ചൈവാഹുഗാത്മജൗ ദേവകശ്ച ഉഗ്രസേനശ്ച ചത്വാരോ ദേവകാത്മജാഃ ദേവവാൻ ഉപദേവശ്ച സുദേവോ ദേവവർദ്ധനഃ. അപ്പൊ ഇനി ആ വംശം തുടരുകയാണ്. നമുക്ക്
ഇപ്പോൾ 17 വരെ പറഞ്ഞിട്ടുള്ളൂ. തുടർന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് വൈകുന്നേരം ഒരു സമയം ഉണ്ടാവുള്ളൂ, നോക്കിയിട്ട് പറയാം. ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, അത് ഫിക്സ് ചെയ്താൽ ക്ലാസ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ നാളെ രാവിലെ നോക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.